നമ്മോടൊപ്പം ഒരു ഉദ്യോഗാർത്ഥി തന്നെ ചേരുന്നുണ്ട്. നിയമനം കാത്തിരിക്കുകയാണ് അവർ. വനിതാ CPO ലിസ്റ്റിലുള്ള ഹനീനയാണ് അതിഥിയായി ഇപ്പോൾ തത്സമയം ചേരുന്നത്. ഹനീന, നമസ്കാരം. നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ കാര്യമാണ്. ഈ ലിസ്റ്റ് മാത്രമല്ല, ഒരുപാട് ലിസ്റ്റുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. നിയമനം പകുതി പോലും നടക്കാതെ നോക്കുകുത്തിയായ ലിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് കാലത്തെ കഷ്ടപ്പാടും പഠനവും ഒക്കെ കഴിഞ്ഞാണല്ലോ അല്ലേ ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ എത്ര പേരിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്? വളരെ കുറച്ച് നിയമനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഇത് തീരാറായി, ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. കാലാവധി തീരുമ്പോൾ എന്താണ് നിങ്ങളുടെ മുന്നിലുള്ളത്? നിങ്ങളുടെ ഇപ്പോൾ ഒരു അവസ്ഥ എന്താണ് ഹനീന? ഞങ്ങളുടെ അവസ്ഥ വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ് മാഡം. ഇപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ, ഇതിനു മുന്നേ പറഞ്ഞ പോലെ തന്നെ, വെറും 1 ഇയർ കാലാവധിയുള്ള 14 ജില്ലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇത്രയും ഉദ്യോഗാർത്ഥികളെ ഫിസിക്കലി കഴിഞ്ഞ് ഇത്രയും ഘട്ടം ഘട്ടമായി വന്ന് ഞങ്ങൾ ചെറിയൊരു ലിസ്റ്റ്, അതും അറിയാലോ 964 പേരുടെ ലിസ്റ്റിൽ നിന്നും 11 മാസമായിട്ടും ആകെ ഒരു ബാച്ചേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ഇയറിൽ ഈ സമയത്ത് 599 അല്ലെങ്കിൽ 600 പേരോളം കയറിയ ഒരു ലിസ്റ്റാണ് ഞങ്ങളുടേത്. പക്ഷെ ഞങ്ങളുടെ മാത്രം വെറും 21% എടുക്കുകയാണ്. ഇനി ഞങ്ങൾ ഒരു ചോദ്യചിഹ്നം മാത്രമേ ഞങ്ങളുടെ മുന്നിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ. കാരണം ഈ 11 മാസവും ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല, പറയാത്ത ഉദ്യോഗസ്ഥരില്ല, കാണാത്ത MLA മാരില്ല. പലരെയും ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. പക്ഷെ ഒരു പ്രതീക്ഷയുടെ കിരണം ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു 15% വനിതകൾക്ക് വേണ്ടി ഞങ്ങൾ ഉയർത്തും. ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ കയറി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മറുപടി കിട്ടുന്നത്, ഇപ്പോൾ വനിതകൾക്ക് തരാൻ വേക്കൻസി ഒന്നുമില്ല, നിങ്ങൾക്കുള്ളതെല്ലാം തന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം വെറും 964 പേരുടെ ലിസ്റ്റിൽ നിന്നും ഒരു 11 മാസമായിട്ട് പോലും ഒരു 200 സംതിങ് കുട്ടികൾക്ക് ജോലി എന്ന് പറഞ്ഞ ബാക്കിയുള്ള ഞങ്ങൾ 600ഓളം പേര് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലീസിൽ നിന്നും അത്രയും ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ്. അറിയാലോ, ഒരു 5 ഐറ്റം പാസ്സാവുന്നത് നമുക്കറിയാലോ, ഏറെ വിവാദമായതല്ലേ ഒരു 5 ഐറ്റം പാസ്സാവുന്ന ഒരു ബുദ്ധിമുട്ട്. അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ സർക്കാരിനെ വിശ്വസിച്ചു പോയിട്ടും ഇനി എന്ത് എന്നൊരു ചോദ്യചിഹ്നം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. കാരണം നിങ്ങൾ സമരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ? മറ്റു വഴികളില്ല നിങ്ങളുടെ മുന്നിൽ? മറ്റു വഴികളൊന്നുമില്ല. ഞങ്ങൾ ഇതുവരെ വെറുതെ ഇരുന്നിട്ടില്ല. കാരണം എപ്പോഴും നമ്മളൊരു പ്രതീക്ഷയുടെ കിരണം മുൻനിർത്തിയാണ് ഇതുവരെ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. കാരണം ഇതുവരെ നമ്മളൊരു വിശ്വാസത്തിലായിരുന്നു ഞങ്ങളെ സർക്കാർ കൈവിടില്ല. കാരണം ഇതിനു മുന്നും ഞങ്ങളെ റിപ്പോർട്ടർ ചാനൽ ന്യൂസ് കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളെ കൈവിടില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങളെ ന്യൂസ് കൊടുത്തപ്പോഴും എല്ലാവർക്കും ഇതറിയാം, ഞങ്ങളുടെ ലിസ്റ്റ് കഴിയാൻ ഇത്ര ദിവസമുള്ളൂ എന്ന് ഒരുവിധം എല്ലാവർക്കും അവിടെ അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റ് പോസിറ്റീവായിട്ട് ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിലാണെങ്കിലും നമ്മളോട് പറയണത് എടുക്കാമെന്നാണ്. പക്ഷെ ഇനി ചുരുങ്ങിയ ദിവസം ഞങ്ങളുടെ മുന്നിലുള്ളൂ. ആ ഒരു വാക്കും വിശ്വസിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് മാത്രമാണ്. തീർച്ചയായും ഹനീന, അതായത് നമ്മൾ തന്നെ ഈ വിഷയം ഈ സമയത്ത് തന്നെ ഇതിനു മുൻപ് എടുത്തിട്ടുണ്ട്. പക്ഷെ ദിവസങ്ങൾ ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നിങ്ങളുടെ ആശങ്ക എത്രയായിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായും അറിയാം. അപ്പോൾ ദിവസം ഇങ്ങനെ കഴിയാൻ പോകുമ്പോൾ, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ സമരം തന്നെ നടന്നാൽ എന്തായിരിക്കും ഇതിങ്ങനെ ഇത്ര വളരെ കുറച്ച് ശതമാനം മാത്രം നിയമനം നടക്കാനുള്ള കാരണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മാഡം, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമരം ചെയ്യാനൊന്നും ഒരു താല്പര്യമില്ല. ഇപ്പൊ സത്യസന്ധമായിട്ട് പറയണം, ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് മാത്രമാണ് സമരം എന്നുള്ള ഇതിലേക്ക് പോവാന്ന് വരെ ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം പല വഴികളും നോക്കി. മറ്റുള്ള ലിസ്റ്റുകളെ അപേക്ഷിച്ച് 595/2022 എന്ന് പറഞ്ഞ തസ്തികയിലെ കുട്ടികൾ കയറി ഇറങ്ങുന്നതിന് കണക്കില്ല. അവിടെ സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ, ഓരോ സ്ഥലങ്ങളിലും ഞങ്ങള് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കോട്ടെ, അവിടെയൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ചോദിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ. അപ്പൊ അവര് പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ലിസ്റ്റിന് പരമാവധി വേക്കൻസി കൊടുത്തു കഴിഞ്ഞു എന്നാണ്. പക്ഷെ കഴിഞ്ഞ ലിസ്റ്റില് 967 പേര് അവരുണ്ടായിരുന്നേ. അവരിൽ 815 പേർക്ക് നിയമനം ലഭിച്ചു. ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് 213 ഫ്രഷ് വേക്കൻസി സർക്കാർ തന്നു? അത് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ മാറി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ ഈ സമയത്ത് ഈ 11 മാസം 600 പേര് കയറിയ ലിസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് ഞങ്ങൾക്ക് 120 TP മേഡം ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ? ഈ നിലവിൽ എല്ലാ കൊല്ലവും 250 TP കൊടുക്കുന്നതാണ് സർക്കാർ. ഞങ്ങൾക്ക് മാത്രം 120. ഞങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ 1:9 എന്നൊരു അനുപാതം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ലിസ്റ്റ് വന്ന് 5-ാം മാസം കഴിഞ്ഞപ്പോഴാണ് ഈ 1:9 എന്ന പ്രൊപ്പോഷൻ കൊണ്ടുവന്നത്. കാരണം പറയുന്നത് നമുക്ക് വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് 100 വേക്കൻസി ആൺകുട്ടികൾക്ക് വന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് 10 എണ്ണം വരും. നിലവിലെ സാഹചര്യത്തില് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ഫ്രഷ് വേക്കൻസി പോലും സർക്കാർ തരില്ല. അതായത് അതാണ് റൂള്.
അപ്പൊ ഞങ്ങൾക്ക് 1000 വേക്കൻസി കാത്തിരിക്കണം, ഞങ്ങൾക്ക് 100 വരണമെങ്കിൽ. ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും മാഡം. അത്രയും ഞങ്ങള് തീർച്ചയായും നമ്മൾ പറഞ്ഞാൽ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ട് പലപ്പോഴും, അല്ലെ? പക്ഷേ നമ്മളൊരു ഇടതുപക്ഷ സർക്കാർ പോലുമാണ് പ്രത്യേകിച്ച് ഒരു പുരോഗമന മനോഭാവം സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ പുലർത്തുകയും അത്തരത്തിൽ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളിങ്ങനെ എത്രയോ വനിതകൾ നോക്കുകുത്തികളായി ഇങ്ങനെ നിൽക്കുന്നു. അത് തീർച്ചയായും നമ്മൾ ചോദിച്ചു പോകേണ്ട വിഷയം തന്നെയാണ് ഹനീന. ഞങ്ങൾക്ക് ആകെ ഒരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPOയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കട്ട് ഓഫ് വന്നത് ഞങ്ങൾക്കായിരുന്നു 60.67. ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു കട്ട് ഓഫ് വരണം. അതും കടന്ന് ഞങ്ങള് ഫിസിക്കലും അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് സർക്കാർ പറഞ്ഞിരുന്നു ശരിയാണ് 15% ഉയർത്താമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളും അത് വിശ്വസിച്ചിട്ട് തന്നെയാണ് ഇത്രയും നാളിരുന്നേ, വരും. പക്ഷെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇനി എന്താ ഞങ്ങൾ പ്രതീക്ഷിക്കണ്ടേ? ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം? ഞങ്ങൾ തീർച്ചയായും ഇപ്പൊ ഈ ചുരുങ്ങിയ ദിവസങ്ങളെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നതും. ഇനിയെങ്കിലും കണ്ണു തുറന്നേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഹനീനയെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ഹനീനയെ പോലെ ഇനിയും ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, വ്യത്യസ്ത റാങ്ക് ലിസ്റ്റുകളുണ്ട്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി ഹനീന. നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഹനീന സംസാരിച്ചത്. ഇത് നിസ്സാരമല്ലാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നതും. നമ്മൾ മറ്റ് റാങ്ക് ലിസ്റ്റുകളിലേക്ക് കൂടി പോവുകയാണ് ഹനീന. താങ്ക് യു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പറഞ്ഞോളൂ. നമ്മളിപ്പോ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഞങ്ങൾ സമരത്തിന് ഇറങ്ങാതെ തന്നെ സർക്കാർ ഞങ്ങളോട് ഒരു കാര്യം ചെയ്യണം ഒരു ഇതിലാണ് ഞങ്ങൾ നിൽക്കണേ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങള് മരണം വരെ നിരാഹാരം കെടുക്കാനാണ് ഞങ്ങൾ ഏപ്രിൽ 2 തുടങ്ങി ഞങ്ങൾ തീരുമാനിച്ചിരിക്കണേ. അതിൽ നിന്ന് പിന്നോട്ട് ഞങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങളുടെ ലാസ്റ്റ് സമയമാണ്. കാരണം ഇതിനും വിട്ട് ഇനി പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. RT വെച്ചപ്പോ 570 വേക്കൻസി ഞങ്ങൾക്ക് കാണിച്ചതാ. പക്ഷെ അത് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പിന്നെ ആരത് തീരണ്ടേ? അല്ലെങ്കിൽ 454 പോലീസ് സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിൽ മിനിമം 6 വനിതകൾ വേണം. അതില്ല. കഴിഞ്ഞ ലിസ്റ്റിന് മുൻകൂട്ടി 6 മാസത്തെ വേക്കൻസി കൊടുത്തു, ഞങ്ങൾക്ക് മാത്രമില്ല. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവണം. തീർച്ചയായും ഈ ചോദ്യം ഇങ്ങനെ നിൽക്കുക തന്നെയാണ് ഹനീന. എന്തായാലും വനിതാ CPO ലിസ്റ്റിൽ കാത്തു നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഹനീനയാണ് ഇത്ര നേരം പ്രതികരിച്ചത്. മറ്റ് ലിസ്റ്റുകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഇതെല്ലാം ഒരേ തരത്തിൽ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാനാണ്. അതായത് CPO റാങ്ക് ലിസ്റ്റിലേക്ക് വന്നാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ളവരും ആശങ്കയിൽ തന്നെയാണ്.